യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ ലോകത്തിൽ തിന്മയുടെ അരൂപിയുടേതായ ശക്തമായ പ്രവർത്തനമുണ്ട്. വ്യക്തികളിലും സ്ഥലങ്ങളിലും സമൂഹങ്ങളിലുമൊക്കെ തിന്മയുടെ അരൂപികൾ, പൈശാചിക അരൂപികൾ പ്രവർത്തിക്കുന്നു. ഈ ഒരു വലിയ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ആത്മീയ ജീവിതത്തിൽ നമ്മൾ മുന്നേറുവാനായിട്ട്. അതേക്കുറിച്ച് നമ്മൾ അല്പസമയം ചിന്തിക്കാൻ പോവുകയാണ്. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 19-ാം വചനം പറയുന്നു, ദുഷ്ടൻ അവനെ തൊടുകയില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. ദുഷ്ടൻ അവരെ തൊടുകയില്ല. ഈ ദുഷ്ടൻ അത് പിശാചാണ്. പിശാച് ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യനെ പാപത്തിലേക്ക്, നാശത്തിലേക്ക്, തകർച്ചയിലേക്ക് നയിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി നിരന്തരം പണിയെടുക്കുന്ന ദുഷ്ടാരൂപികളാണ് പിശാച്. ഈ ലോകം ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്ന് വചനം പറയുന്നു. പക്ഷെ ഈ ദുഷ്ടൻ നമ്മെ തൊടത്തില്ല. 1 യോഹന്നാൻ 4:4 നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അപ്പോൾ നിന്റെ ഉള്ളിൽ വസിക്കുന്ന യേശു, ഉയർത്തെഴുന്നേറ്റ യേശു ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്, സർവശക്തനാണ്. ആ സർവശക്തനായ യേശു, ദൈവപുത്രനായ യേശു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു തിന്മയുടെ ശക്തിയും നിന്നെ തകർക്കത്തില്ല, നിന്നെ കീഴ്പ്പെടുത്തത്തില്ല. ഈ ലോകം ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്ന് വചനം പറയുന്നു. ഈ ശക്തി വലയത്തെ നമ്മൾ എങ്ങനെ ഭേദിക്കും? ഈ ശക്തി വലയത്തെ നമ്മൾ എങ്ങനെ തകർക്കും? അതിനുള്ള വഴിയാണ് ഉപവാസം, പ്രാർത്ഥന. ഉപവാസവും പ്രാർത്ഥനയും കൂടാതെ ഈ വർഗത്തെ പുറത്ത് ആക്കുവാൻ കഴിയുകയില്ല എന്ന് യേശു പറയുന്നുണ്ട്. ആ തിന്മയുടെ അരൂപികളെ, ദുഷ്ടാരൂപികളെ ബന്ധിക്കണമെങ്കിൽ, പുറത്താക്കണമെങ്കിൽ നിരന്തരമായ പ്രാർത്ഥന, ഉപവാസം, വിശുദ്ധി നിറഞ്ഞ ജീവിതം, അതിലൂടെ മാത്രമേ ദുഷ്ടൻ്റെ ശക്തി വലയത്തെ ഭേദിച്ച് എനിക്കും നിങ്ങൾക്കും മുൻപോട്ട്
പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ ആത്മീയ യാത്ര, ആത്മീയ മുന്നേറ്റത്തെ തടയുവാനായിട്ട് ഈ തിന്മയുടെ അരൂപികൾ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാം. പക്ഷെ ഈ തിന്മയുടെ അരൂപികൾക്ക് എൻ്റെ മേൽ ആധിപത്യമില്ല, നിങ്ങളുടെ മേലും ആധിപത്യമില്ല. കാരണം ഞാനും നിങ്ങളും യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. ഞാൻ യേശുവിനോട് ഐക്യപ്പെട്ട് വചനമനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു തിന്മയും എന്നെ കീഴ്പ്പെടുത്തുകയില്ല. ഞാൻ പ്രാർത്ഥിക്കും തോറും, ഉപവസിക്കും തോറും, കൂടുതൽ വിശുദ്ധിയിൽ വളരും തോറും ദുഷ്ടൻ്റെ സ്വാധീനങ്ങളെ, ദുഷ്ടൻ്റെ ശക്തി വലയത്തെ തകർത്തുകൊണ്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. ഞാൻ എത്രമാത്രം ദൈവത്തോട് ചേർന്നിരിക്കുന്നുവോ, എത്രമാത്രം പ്രാർത്ഥിക്കുന്നുവോ, എത്രമാത്രം ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും എന്നിൽ നിറയുന്നുവോ, അതനുസരിച്ച് ദുഷ്ടൻ്റെ ശക്തി വലയം ഭേദിക്കപ്പെടുകയാണ്, ദുഷ്ടൻ്റെ ശക്തി വലയം തകർക്കപ്പെടുകയാണ്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു തിന്മയുടെ ശക്തിയെയും ഭയപ്പെടേണ്ടതില്ല. ദൈവത്തിൻ്റെ വചനമനുസരിക്കാതെ അശുദ്ധിയിലും പാപത്തിലും ജഡികതയിലുമൊക്കെ മുഴുകി ജീവിക്കുമ്പോൾ പൈശാചിക ശക്തികൾ അങ്ങനെ ജീവിക്കുന്നവരെ കീഴ്പ്പെടുത്തും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം പറയുന്നു, സായാഹ്നമായപ്പോൾ അനേകം പിശാചുബാധിതരെ അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വചനമയച്ചുകൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി. വചനമയച്ചുകൊണ്ട് അശുദ്ധാത്മാവിനെ പുറത്താക്കി. അത് ദൈവത്തിൻ്റെ വചനമാണ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികളെ വിടുവിക്കുന്നത്. വചനം കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, വചനം ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തിന്മയുടെ അരൂപിയുടെ ബന്ധനങ്ങൾ നമ്മളെ വിട്ടുപോകും. ദുഷ്ടൻ്റെ സ്വാധീന വലയങ്ങളെ മുഴുവൻ ദൈവത്തിൻ്റെ വചനം തകർത്തുകളയും. യേശു വചനമയച്ചുകൊണ്ട് തിന്മയുടെ ശക്തികളെ തകർക്കുകയാണ്. ജനത്തെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുന്നു. ജനത്തിന് അത്ഭുതകരമായ രോഗസൗഖ്യം നൽകുകയാണ്. ഹല്ലേലൂയ. നമ്മളിത് തിരിച്ചറിയണം. പൈശാചിക ശക്തികൾ ബന്ധിക്കപ്പെടുകയാണ് വചനം കേൾക്കുമ്പോൾ. കർത്താവിൻ്റെ വചനം കടന്നു വന്ന് അന്ധകാര ശക്തികളെ നിർവീര്യമാക്കുകയാണ്. വചനത്തിന് അത്രമാത്രം വലിയ ശക്തിയുണ്ട്. ഇന്ന് പലരും അറിയാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഈ അടുത്ത നാളിൽ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഒരു ചെറുപ്പക്കാരനും ഭാര്യയും കൂടെ പ്രാർത്ഥിക്കാൻ വന്നു. ആ ചെറുപ്പക്കാരൻ ഒരു ബനിയനായിട്ടിരുന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കണ്ടു അവൻ്റെ കയ്യിൽ ഇങ്ങനെ പ്രത്യേകമായ സ്റ്റാറ്, ചില ചിത്രങ്ങൾ ഒക്കെ, ഇങ്ങനെ ചില അടയാളങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് കയ്യിൽ. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഇതെന്താണ്? ആ സഹോദരൻ അതേക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഇങ്ങനെ ഒരു രസത്തിനു വേണ്ടി ശരീരത്തിൽ പച്ച കുത്തിയതാണ്. പല ചിത്രങ്ങൾ ഇതൊക്കെ ഉണ്ട്, പലതുമുണ്ട്. അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ അപ്പോൾ തന്നെ എൻ്റെ മൊബൈലെടുത്ത് പിശാചിൻ്റെ അടയാളങ്ങൾ അങ്ങനെ കുറേ ആ ഒരു സംഭവം മൊബൈലിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു കൊടുത്തു. ഈ മകൻ്റെ 2 കൈകളിലും കുത്തിയിരിക്കുന്ന മൊത്തം ഈ പൈശാചിക അടയാളങ്ങൾ, വ്യത്യസ്തമായ അടയാളങ്ങളാണ് കുത്തിവെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മകന് ഇത് അറിവില്ലാതെ ചെയ്തതാ. ഈ പയ്യൻ ഒരു സാത്താനാരാധനക്കാരനൊന്നുമല്ല, ഒരു സാധാരണ വിശ്വാസി, അതിനപ്പുറമൊന്നുമില്ല. വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ തമാശന് ചെയ്തു വെച്ചതാണ്. വിവാഹം കഴിഞ്ഞു, കുറേ കാലമായിട്ട് മക്കളൊന്നുമില്ല, പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അപ്പോൾ അറിവില്ലാതെ ചില വ്യക്തികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം.
ആത്മീയ ജീവിതത്തിൽ അറിവ് വേണം. അറിവ് ഉണ്ടായേ പറ്റൂ. ആത്മീയ അന്ധത നമ്മളെ സാത്താൻ്റെ അടിമത്തത്തിലേക്ക് നയിക്കും. ആത്മീയ അന്ധതയിലാണ് സാത്താൻ ഒരു വ്യക്തിയെ കീഴ്പ്പെടുത്തുന്നത്, പിടിമുറുക്കുന്നത്. സാത്താൻ ഉണ്ടെന്നും അവൻ ദൈവമക്കളുടെ ശത്രുവാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യണം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 28:15-16 കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. മരണവുമായി ഞങ്ങൾ ഒരു ഉടമ്പടി ഉണ്ടാക്കി, പാതാളവുമായി ഞങ്ങൾക്കൊരു കരാറുണ്ട്. നോക്കുക, മരണവുമായിട്ട് ഞങ്ങൾ ഒരു ഉടമ്പടി ഉണ്ടാക്കി, പാതാളവുമായിട്ട് ഞങ്ങൾക്കൊരു കരാറുണ്ട്. എന്താ ഈ പാതാളവുമായിട്ടുള്ള കരാറ്? എന്താ ഈ പാതാളം? വിശുദ്ധ ബൈബിളിൽ വെളിപാടിൻ്റെ പുസ്തകത്തിൽ 20-ാം അധ്യായം 1, 2, 3 വചനങ്ങൾ. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും വലിയ ഒരു ചങ്ങലയുമുണ്ട്. ഉണ്ട്, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വരുന്നു. ആ ദൂതൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലുണ്ട്, ഒരു ചങ്ങലയുമുണ്ട്. യേശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു, പാതാളവുമായിട്ട് ഞങ്ങളൊരു ഉടമ്പടി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാത്താനുമായിട്ട് ഞങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്നു. മരണവുമായിട്ട് ഞങ്ങൾക്കൊരു കരാറുണ്ട്. അതുകൊണ്ട് രക്തം കൊടുത്തുകൊണ്ട് അല്ലെ ജീവൻ കൊടുക്കാമെന്ന് സാത്താനുമായിട്ട് കരാറ് ചെയ്യുക, അവനുമായിട്ട് ഉടമ്പടി ചെയ്യുക, പാതാളമായിട്ട് കരാറ് ചെയ്യുക. സാത്താൻ ആരാധനക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായത്. ഇന്ന് എത്രയോ സ്ഥലങ്ങളിൽ സാത്താൻ ആരാധനക്കാർ ഇത് ചെയ്യുന്നു. സാത്താൻ ആരാധന വർഷിപ്പ് നടക്കുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതേക്കുറിച്ചൊക്കെ അല്പം അറിവ് നമുക്ക് ഉള്ളത് നല്ലതാണ്. പാതാളത്തിൻ്റെ താക്കോലും വലിയൊരു ചങ്ങലയും ആ ദൂതൻ്റെ കയ്യിലുണ്ട്. അവൻ ഉഗ്രസർപ്പത്തെ, സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് 1000 വർഷത്തേക്ക് ബന്ധനത്തിലാക്കി. ഈ സാത്താൻ, ഈ പുരാതന സർപ്പം ആരാ? ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ഹവ്വായെ പറ്റിച്ച പുരാതന സർപ്പം ആ സാത്താൻ. ഹവ്വായെ പറ്റിച്ച ആ പുരാതന സർപ്പം, സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പത്തെ ദൈവത്തിൻ്റെ ദൂതൻ ബന്ധിച്ചു, പാതാളത്തിലാക്കി. ഹല്ലേലൂയ. അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിൽ അടച്ചു മുദ്ര വെച്ചു. ഒരു പിശാചിനും ദൈവത്തിൻ്റെ മക്കളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. പിശാചിന് ഒരു ദൈവ പൈതലിൻ്റെ മേൽ അധികാരമില്ല. യേശു രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ എനിക്കും നിങ്ങൾക്കും മാലാഖമാർ കാവല, സ്വർഗത്തിലെ ദൂതന്മാർ കാവല, സ്വർഗീയ സൈന്യമുടെ നമുക്ക് കാവല, പരിശുദ്ധ മറിയം കാവല. യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് നമുക്ക് പൊതിഞ്ഞ് സംരക്ഷണമുണ്ട്. ആരും തിന്മയുടെ ശക്തികളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ തിന്മയുടെ ശക്തി വലയത്തെ ഞാനും നിങ്ങളും ഭേദിക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധിയിലായിരിക്കണം, പ്രാർത്ഥനയിലായിരിക്കണം, ഉപവസിക്കുന്നവരാവണം, വചനം വായിക്കുന്നവരാവണം, വചനം പഠിക്കുന്നവരാവണം, കൂദാശ ജീവിതം വേണം, നിരന്തരമായി ബലിയർപ്പിക്കണം, ഈശോയെ സ്വീകരിക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഒരു പിശാചും ബന്ധിക്കത്തില്ല, ബന്ധിക്കാനാവില്ല. ശക്തനായവൻ നിന്റെ ഉള്ളിൽ നിന്റെ കൂടെ വസിക്കുന്നു. നമ്മളിവിടെ യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കണ്ട ആ വചനം, പാതാളവുമായിട്ട് ഞങ്ങളൊരു ഉടമ്പടി വെച്ചു, മരണവുമായിട്ട് ഞങ്ങളൊരു കരാറ് വെച്ചിരിക്കുകയാണ്. മഹാമാരി പാഞ്ഞു വരുമ്പോൾ അത് ഞങ്ങളെ സ്പർശിക്കുകയില്ല. എന്തെന്നാൽ വ്യാജമാണ് ഞങ്ങളുടെ അഭയം. വ്യാജമാണ് ഞങ്ങളുടെ അഭയം, നുണയാണ് ഞങ്ങളുടെ സങ്കേതം. പിശാചിനെ കുറിച്ച് എന്താ പറയുന്നത്? നുണയനും നുണയുടെ പിതാവുമാണ് പിശാച് എന്നാ പറയുന്നത്. നുണയാണ് ഞങ്ങളുടെ സങ്കേതം.
ആ നുണയനായ പിശാചിനെ ഒരിക്കലും വിശ്വസിക്കരുത്. പിശാച് കള്ളമേ പറയൂ, കള്ളമേ പ്രവർത്തിക്കൂ, അവൻ വഞ്ചനയെ ചെയ്യൂ, അവൻ നുണയുടെ പിതാവാണ്. ഒരിക്കലും പിശാച് സത്യം പറഞ്ഞ് സത്യത്തിലേക്ക് നിന്നെ നയിക്കുമെന്ന് നീ വിശ്വസിക്കണ്ട. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും സമ്പത്ത്, കുടുംബം, ശരീരം, ആത്മീയ ജീവിതം, എല്ലാ മേഖല, ബിസിനസ്, ജോലി, എല്ലാ മേഖലകളിലും തകർച്ച ഒരുക്കാൻ വേണ്ടി അലറുന്ന സിംഹത്തെ പോലെ പിശാച് പാഞ്ഞു നടക്കുകയാണ്. ഒരു ദൈവ പൈതലിൻ്റെ പൂർണ്ണമായ തകർച്ചയാ പിശാച് ആഗ്രഹിക്കുന്നത്. പക്ഷേ നിന്നെ തകർക്കാൻ ഒരു തിന്മയുടെ ശക്തിക്കും സാധിക്കത്തില്ല. കാരണം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ട്. യേശു നിന്റെ കൂടെയുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അധികാരങ്ങളും ഉള്ളവൻ നിന്നോടൊപ്പമുണ്ട്. നിന്നെ ആർക്കും പരാജയപ്പെടുത്തുവാനായിട്ടാവത്തില്ല. പക്ഷേ നീ വിശുദ്ധിയിലല്ലെങ്കിൽ, പാപകരമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ജഡത്തിൻ്റെ ആസക്തിയിൽ മുഴുകി ജീവിക്കുന്നുവെങ്കിൽ ഉറപ്പാണ് പിശാച് നിന്നെ ബന്ധനത്തിലാക്കും. അതിനാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഒരു കല്ല്, ശോധന ചെയ്ത കല്ല് അടിസ്ഥാനമായി ഇടുന്നു, വിലയുറ്റ മൂലക്കല്ല്, ഉറപ്പുള്ള അടിസ്ഥാനമായി ഇട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ചഞ്ചല ചിത്തനാവത്തില്ല. ഈ വിലയുറ്റ മൂലക്കല്ല് കർത്താവായ യേശുക്രിസ്തുവ. യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ല്, യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ല്, ആ മൂലക്കല്ല എൻ്റെയും നിങ്ങളുടെയും അഭയ സങ്കേതം. യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ല് ദൈവം ഇട്ടിരിക്കുക, കോർണർ സ്റ്റോൺ മൂലക്കല്ല്. ആ മൂലക്കല്ല നമ്മുടെ അടിസ്ഥാനം, ആ മൂലക്കല്ല നമ്മുടെ അഭയ സങ്കേതമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം 118 21, 22 വചനങ്ങൾ. അവിടുന്ന് എനിക്ക് ഉത്തരമള്ളി, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. ഞാൻ അവിടുത്തേക്ക് നന്ദി പറയും. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഈ മൂലക്കല്ലാണ് ക്രിസ്തു. എൻ്റെയും നിങ്ങളുടെയും ശക്തി, സങ്കേതം, സ്രോതസ്, അഭയകേന്ദ്രം ഈ മൂലക്കല്ല, യേശു ക്രിസ്തുവാകുന്ന മൂലക്കല്ല്. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. ആര് ഈ മൂലക്കല്ലിൽ ആശ്രയിക്കുന്നുവോ അവർ അനുഗ്രഹിക്കപ്പെടും. ഈ കല്ലിൻ്റെ മേൽ ആര് പതിച്ചാലും അവൻ ചെതറിപ്പോകും. ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് നിങ്ങൾക്കും ഒരു രക്ഷയില്ല. ഈ ലോകത്തിലേക്ക് യേശു ക്രിസ്തു കടന്നു വന്നത് പിശാചിനെയും അവൻ്റെ പ്രവൃത്തികളെ പൂർണ്ണമായിട്ടില്ലാതാക്കാൻ വേണ്ടി തന്നെയാണ്. യേശുവിൻ്റെ നാമത്തിൻ്റെ മുൻപിൽ എല്ലാ പൈശാചിക ബന്ധനങ്ങളും തകരുകയാണ്. യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയിൽ പൈശാചിക ആധിപത്യങ്ങൾ ബന്ധിക്കപ്പെടുകയാണ്. അത്ര ശക്തമാണ് യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ രക്തത്തിന് വലിയ ശക്തിയുണ്ട്. യേശുവിൻ്റെ രക്തത്തിന് അനന്തമായ ശക്തിയുണ്ട്. ആ രക്തത്തിൻ്റെ ശക്തിയിൽ പൈശാചിക തിന്മകൾ തകർക്കപ്പെട്ട് കഴിഞ്ഞു. കൊളോസോസ് 2:14-15. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവിടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹേളനാപാത്രമാക്കി. പൂർണ്ണമായിട്ടും പിശാചിനെ കർത്താവായ യേശു ക്രിസ്തു കീഴ്പ്പെടുത്തി കഴിഞ്ഞു, തകർത്തു കഴിഞ്ഞു. മനസ്സിലാക്കുക, സാത്താൻ ആരാധനക്കാരുണ്ട്, പിശാചിനെ സേവിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള സങ്കേതങ്ങളിൽ നമ്മൾ ചെന്നുപെടാതിരിക്കുക. അങ്ങനെയുള്ള വ്യക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ട് പാടില്ല.
നമ്മൾ കുറെ കൂടെ ഈ കാലഘട്ടത്തിൽ ജാഗ്രത ഉള്ളവരായിട്ട് മാറേണ്ടിയിരിക്കുന്നു. പിശാചിൻ്റെ തന്ത്രങ്ങൾ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ തകർച്ചയും നാശവും നിത്യനാശവും ആഗ്രഹിക്കുന്ന പിശാചുമായിട്ടുള്ള ഒരൊടമ്പടിക്കും നിങ്ങൾ ആരും പോകുവാൻ പാടില്ല. ചിലരുണ്ട് മന്ത്രവാദം, കൂടോത്രം, ആഭിചാരം, ക്ഷുദ്രകർമ്മം, മാന്ത്രികവിദ്യകൾ, നേട്ടങ്ങളുണ്ടാക്കാൻ അങ്ങനെ പലതിൻ്റെയും പിന്നാലെ പോകുന്ന വ്യക്തികളുണ്ട്. അതിലൂടെ സാത്താൻ നിന്നെ പൂർണ്ണമായിട്ടും കീഴടക്കി കഴിഞ്ഞു. അങ്ങനെയൊക്കെ പോയവരെ അനുദപിക്കണം. കുമ്പസാരമെന്ന കുദാശിലേറ്റ് പറഞ്ഞ് വിടുതൽ പ്രാപിച്ചു നീ തിരിച്ചു വരണം. ചില വ്യക്തികളുടെ കുടുംബങ്ങളുടെ തകർച്ചയുടെ പിന്നിലൊക്കെ ശക്തമായ തിന്മയുടെ സ്വാധീനമുണ്ടാവാം. അത് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് കർത്താവിലേക്ക് മടങ്ങി വരാം. വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാം. പാപത്തിൻ്റെ ദുശീലങ്ങൾ, തിന്മയുടെ സ്വാധീനങ്ങൾ നമുക്ക് വിട്ടുപേക്ഷിക്കാം. ഒരിക്കലും പൈശാചിക ശക്തികളുടെ ആധിപത്യമുള്ള വ്യക്തികളുമായിട്ട് നമ്മൾ ബന്ധപ്പെടാതിരിക്കാനായിട്ട് ശ്രമിക്കണം. വിവേകത്തോടെ നമുക്ക് നല്ലൊരു ആത്മീയ ജീവിതം നയിക്കാം. ഒരു പിശാചും ഒരു ദുഷ്ടാരൂപിയും നിന്നെ കീഴ്പ്പെടുത്തത്തില്ല. പിശാചിനെ കർത്താവ് കാൽവരി കുരിശിൽ ബന്ധിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. പക്ഷേ നീ സ്വമനസ്സ പിശാചുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കാൻ, കരാറുണ്ടാക്കാൻ പുറപ്പെട്ടാൽ അത് നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെയും നിത്യനാശത്തിന് കാരണമാകുമെന്ന് ഓർത്തുകൊള്ളുക. അങ്ങനെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ അനുദപിക്കുക. കുമ്പസാരമെന്ന കുദാശയിൽ ഏറ്റുപറയുക. സഭ നൽകുന്ന വിശുദ്ധമായ ആ കുദാശയിലൂടെ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നീ പുറത്തു വരിക. ഈ പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നല്ല ഒരു ഉൾബോധ്യം നമുക്കുണ്ടാവണം. നമുക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാം. നിന്നെ കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്നു. യേശുവിന് നിന്നെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. പിശാചിൻ്റെ കയ്യിലേക്ക് നിന്നെ കർത്താവ് വിട്ടുകൊടുക്കത്തില്ല. വിട്ടുകൊടുക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. കർത്താവിൻ്റെ കരങ്ങൾ മുറുകെ പിടിക്കാം. നമ്മൾ ആത്മീയ യുദ്ധക്കളത്തിലാണ്. സ്വർഗം മുഴുവൻ എൻ്റെ പക്ഷത്തുണ്ട്. ദൈവമക്കൾ തിരിച്ചറിയുക, സ്വർഗം മുഴുവൻ എൻ്റെ പക്ഷത്തുണ്ട്. ഒരു തിന്മയുടെ ദുഷ്ടാരൂപികളും നമ്മളെ തകർക്കത്തില്ല. സ്വർഗം മുഴുവൻ നമ്മുടെ കൂടെയുണ്ട്. ദുഷ്ടൻ്റെ ശക്തി വലയത്തെ തകർത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. മരണത്തെ തോൽപ്പിച്ചവൻ, സാത്താനെ തോൽപ്പിച്ചവൻ ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. നാരകീയ സർപ്പത്തിൻ്റെ തലയെ ചവിട്ടി മെതിച്ച പരിശുദ്ധ അമ്മ കൂടെയുണ്ട്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ വചനം കേട്ട മക്കളെ അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയിൽ പൈശാചിക ബന്ധനങ്ങളിൽ ഉൾപ്പെട്ടു പോയിരിക്കുന്ന വ്യക്തികൾക്ക് വിടുതലുണ്ടാവട്ടെ. സഭയോട് ചേർന്ന് ആത്മീയ പിതാക്കന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക ശക്തികളെ, ദുഷ്ടാരൂപികളെ, ദൈവത്തിൻ്റെ ജനത്തെ വിട്ടൊഴിയുക. ദൈവജനത്തെ നാശത്തിലേക്ക് നയിക്കുന്ന പൈശാചിക ശക്തികൾ യേശുനാമത്തിൻ്റെ ശക്തിയിൽ, തിരുരക്തത്തിൻ്റെ ശക്തിയിൽ ബന്ധിക്കപ്പെടട്ടെ. പരിശുദ്ധ മറിയത്തിൻ്റെ യോഗ്യതയിൽ, മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിൻ്റെ യോഗ്യതയിൽ ദുഷ്ടപിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഉള്ളിൽ കാട്ടിപ്പായിക്കുന്നു. നിർവീര്യമാവട്ടെ. ദൈവജനം തിരുരക്തം കൊണ്ട് പുതിയപ്പെടട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ആമേൻ. ഈ മകൻ്റെ വീട് കാഞ്ഞിരപ്പള്ളിയിലാണ്. എബി ഗ്രാൻഡ, തൊടുപുഴയാണ് വീട്. കുട്ടി ആൺകുട്ടിയോ പെൺകുട്ടിയോ? ആൺകുട്ടിയോ. ഒന്ന് തിരിച്ചു പിടിച്ച കാണത്ത്. എത്ര വർഷം കൂടിയാണ് കർത്താവ് തന്നത്? 2 വർഷത്തിന് ശേഷമാണ് ഈ കുഞ്ഞിനെ കർത്താവ് കൊടുത്തത്. ആ സാക്ഷ്യം നമുക്കൊന്ന് കേൾക്കാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് എബി, ഇതെൻ്റെ വൈഫ് മിരാൻഡ. ഞാൻ കുവൈറ്റിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. വൈഫ് സൗദിയിൽ നേഴ്സായിരുന്നു. ഞാനിവിടെ 2 സാക്ഷ്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്.
ഒന്ന് കുഞ്ഞിനെ നൽകിയതും പിന്നെ വൈഫിന് IELTS പാസ്സാകാൻ സാധിച്ച് ഈശോ കരുണ തന്നതിനെ ഓർത്ത് നന്ദി പറയാനാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വിവാഹം 2016 മെയ് 12-ാം തീയതി ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് ആദ്യ മാസം തന്നെ വൈഫ് പ്രഗ്നൻ്റ് ആയി. പക്ഷേ വൈഫ് സൗദിയിലേക്ക് ജോലിക്ക് പോയി, ഞാൻ കുവൈറ്റിലേക്ക് ജോലിക്ക് പോയി. ആദ്യ മാസം തന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞ് അബോട്ടായി പോയി. അപ്പോൾ വൈഫ് ഭയങ്കരമായിട്ടും വിഷമിച്ചു. ആ സമയത്ത് ഞാൻ കൂടെയില്ല. കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമേ ഉള്ളൂ. പുള്ളിക്കാരി ഭയങ്കരധികം ടെൻഷൻ അടിച്ചു, ഭയങ്കര സങ്കടമായിരുന്നു. അവിടെ ആരുമില്ല, ഒറ്റയ്ക്കായിരിക്കുന്ന അവസ്ഥയിൽ. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കേട്ടിട്ടുണ്ട് നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളിലും നന്ദിയുള്ളവരായിരിക്കണമെന്ന്. അപ്പം ബൈബിളിൽ ജോബിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന്. ഞാൻ ഈശോയോട് എങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ നീ എന്നാലും എനിക്ക് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കും. ഇതായിരിക്കും എനിക്ക് വേണ്ടി നൽകി ഉദ്ദേശിച്ചിരിക്കുന്ന കുഞ്ഞ്. എന്താണേലും കർത്താവ് എനിക്ക് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കും. കർത്താവെ നിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് ഞാനപ്പോൾ പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ തന്നു. വൈഫിനെ ആശ്വസിപ്പിച്ചു, സാരമില്ല കർത്താവ് നമുക്ക് തരും. 1 വർഷം വൈഫിന് സൗദിയിൽ നിൽക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. 1 വർഷത്തെ കോൺട്രാക്റ്റ് കഴിഞ്ഞ് വൈഫ് കുവൈറ്റിലേക്ക് വന്നു. കുവൈറ്റ് വന്ന് 5 മാസക്കാലം വൈഫ് എൻ്റെ കൂടെ ആയിരുന്നു. അപ്പം ഞങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള ചാൻസ് ഒന്നുമില്ല. ആ സമയത്ത് പ്രഗ്നൻ്റ് ആകുന്നില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ വൈഫിന് ഓവേറിയൻ സിസ്റ്റും അതുപോലെ വയറ്റിൽ ഫൈബ്രോയിഡും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പ്രഗ്നൻ്റ് ആകാൻ പറ്റുന്നില്ലായിരുന്നു. ഇതിന് ശേഷം ബഹുമാനപ്പെട്ട സാബു ആർതൊട്ടി ബ്രദറിനെ നേരിട്ട് കണ്ട് ബ്രദറിൻ്റെ കൂടെ കുറച്ച് നേരം പ്രാർത്ഥിക്കാനും കുറച്ച് നേരം ചെലവഴിക്കാനും ദൈവം അനുഗ്രഹം തന്നു. അപ്പോൾ അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു, കർത്താവ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കൊച്ചിനെ നൽകി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. 40 ദിവസം പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകൾ പറഞ്ഞു തന്നു. ആ സമയത്ത് കുരിശിൻ്റെ വഴി, ജപമാല, കരുണക്കൊന്ത എല്ലാം ചൊല്ലി കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ കുവൈറ്റിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മയിൽ എൻ്റെ ഒരു സഹോദരനുണ്ട്. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു, കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, പരിശുദ്ധ അമ്മ ഒരു കുഞ്ഞിനെയായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്നതായിട്ടാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈശോ കുഞ്ഞിനെ നൽകുമെന്ന്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 40-ാമത്തെ ദിവസം സാബു ബ്രദർ പറഞ്ഞ 40 ദിവസത്തെ പ്രാർത്ഥനയുടെ 40-ാമത്തെ ദിവസം, അത് എൻ്റെ കൂട്ടുകാരൻ അന്നൊരു മാതാവിൻ്റെ രൂപം കുട്ടികളില്ലാത്ത കുട്ടികളെ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുതരുമായിരുന്നു. അപ്പം അന്നത്തെ ആ മാതാവിനെ കൊണ്ടുവന്ന അതേ ദിവസം തന്നെ വൈഫിന് ഭയങ്കര വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം പുള്ളിക്കാരി അത്ര ആദ്യം വിശ്വസിച്ചൊന്നുമില്ല പ്രഗ്നൻസിയുടെ ആയിരിക്കുന്നു. ഒരു 2 ദിവസമായിട്ടും പ്രഗ്നൻസിയുടേതായിട്ടുള്ള ഒരു സംശയം പുള്ളിക്കാരിക്കില്ല. പക്ഷേ എനിക്കൊരു സംശയം തോന്നി, പ്രഗ്നൻ്റ് ആയിരിക്കും. ഉടനെ പ്രഗ്നൻസി കിറ്റ് മേടിച്ച് നോക്കി, ഫലം പോസിറ്റീവ്. ഇപ്പോൾ കുഞ്ഞ് കഴിഞ്ഞ ഒക്ടോബർ 5-ാം തീയതി കർത്താവ് ഒരു ആൺകുഞ്ഞിനെ നൽകി ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു. ഫൈബ്രോയിഡ് ഇപ്പോഴും വയറ്റിലുണ്ടായിരുന്നു. അപ്പം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞു നോർമൽ ഡെലിവറി നടക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ അപ്പോഴും ഞങ്ങൾ കർത്താവിൽ അടിയുറച്ച് വിശ്വസിച്ചു. കർത്താവ് നോർമൽ ഡെലിവറി നൽകി അനുഗ്രഹിച്ചു. ഇന്ന് കൊച്ചിനിപ്പോൾ 7 മാസമായി. ഞങ്ങൾക്ക് കുഞ്ഞിനെ തന്ന ദൈവത്തിന് നന്ദി. അതുപോലെ ചിറ്റടിയിൽ 1 ഡേ കൺവെൻഷൻ നടക്കുമ്പോൾ മമ്മി നേർന്നായിരുന്നു വൈഫിന് IELTS കിട്ടാൻ വേണ്ടി. കുവൈറ്റ് വെച്ച് 2 വട്ടം IELTS എഴുതിയായിരുന്നു. നിസാര സ്കോറിനാണ് 2 വട്ടവും IELTS കിട്ടാതിരുന്നത്. എല്ലാവരും പറഞ്ഞു കുവൈറ്റ് വെച്ച് എഴുതുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടുമെന്ന്. നാട്ടിൽ അവധിക്ക് വന്ന സമയത്ത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ 9 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് IELTS എക്സാം എഴുതിയത്. ഡെലിവറിയുടെ ഒരാഴ്ച മുമ്പ് റിസൾട്ട് വന്നു. ടോട്ടൽ സ്കോർ 8 ഉണ്ട്. നല്ല സ്കോർ ജയിച്ചു. ഇപ്പോൾ അയർലൻഡിന് പോകാനായിട്ടുള്ള പ്രോസസ്സിംഗ് ആണ്. 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അയർലൻഡിലേക്ക് പോകാനായിട്ട് കർത്താവ് കൃപ തന്നു. എൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും സമൃദ്ധമായി അനുഗ്രഹിച്ച ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങൾ കർത്താവിനെ നിലവിളിച്ച് അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഒരിക്കലും കൈവിടാത്ത വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ആ നല്ല ദൈവത്തെ ഞങ്ങൾ നന്ദി പറയാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.